ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര കാഹള ജയവിളികൾ കൊതി തീരെ ഒന്നു കേട്ടിടുവാൻ സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി ആനന്ദ കാഹള ജയവിളികൾ കൊതി തീരെ കേട്ടിടുവാൻ സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി ലോകനാഥന്റെ കയ്യിൽ നിർലോഭ സ്നേഹത്തിൻ മന്ന സ്വർലോകനാഥന്റെ കയ്യിൽ നിർലോഭ സ്നേഹത്തിൻ മന്ന സ്വർണ്ണവും വെള്ളിയും നിഷ്പ്രഭമാം രാജരാജ സ്നേഹ സന്നിധിയിൽ സ്വർണ്ണവും വെള്ളിയും നിഷ്പ്രഭമാം രാജരാജ സ്നേഹ സന്നിധിയിൽ ആനന്ദ കാഹള ജയവിളികൾ കൊതി തീരെ ഒന്നു കേട്ടിടുവാൻ സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി സ്നേഹത്തിൻ മുന്നിൽ സങ്കടങ്ങൾക്കിന്നു സ്ഥാനമില്ല സമ്പൂർണ്ണ സ്നേഹത്തിൻ മുന്നിൽ സങ്കടങ്ങൾക്കിന്നു സ്ഥാനമില്ല ചെങ്കടലിനപ്പുറം പങ്കപ്പാടില്ല തങ്കസൂര്യന്റെ നാട്ടിൽ ഞാൻ മന്ന ഭുജിക്കും ചെങ്കടലിനപ്പുറം പങ്കപ്പാടില്ല തങ്കസൂര്യന്റെ നാട്ടിൽ ഞാൻ മന്ന പൂജിക്കും ആനന്ദ കാഹള ജയവിളികൾ കൊതി തീരെ ഒന്നു കേട്ടിടുവാൻ സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി ആനന്ദ കാഹള ജയവിളികൾ കൊതി തീരെ ഒന്നു കേട്ടിടുവാൻ സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി. ത്രിയേക ദൈവത്തിന് സ്തുതി. അവിടുത്തെ പൊന്നുനാമം മാത്രം മഹത്വപ്പെടാനിട വരട്ടെ. ഒരു പ്രാവശ്യം കൂടി തിരുവചനത്തിൻ്റെ മുമ്പാകെ വരുവാൻ നമുക്ക് കരുണയുള്ള കർത്താവ് ഭാഗ്യം തന്നല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ
അവിടുത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യെശയ്യാ പ്രവചനം 66 2 വാക്യത്തിൽ നാം വായിക്കുന്നു, എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും ദൈവത്തിൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കുമെന്ന്. 1 വാക്യത്തിൽ യഹോവയുടെ അരുളപ്പാട് എന്നാണ് പറയുന്നത്. നിത്യനായ ദൈവത്തിൻ്റെ അരുളപ്പാടാണ് മനുഷ്യനോടുള്ള അരുളപ്പാട്. അരിഷ്ടനും മനസ്സ് തകർന്നവനും ദൈവത്തിൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കുക. ഐ വിൽ ലുക്ക് വിത്ത് പിറ്റി. ആർദ്രതയോടെ, മനസ്സലിവോടെ, സ്നേഹത്തോടെ, കരുണയോടെ മനുഷ്യനെ കടാക്ഷിക്കുന്ന നിത്യനായ ദൈവം, ഈ അണ്ടകടാഹത്തിൻ്റെ ഉടയവൻ, നമ്മുടെ സൃഷ്ടാവാം ദൈവം, സകലത്തെയും പരിപാലിക്കുന്ന ദൈവം ഈ ഭൂമിയിലെ ഒരു മനുഷ്യനെ കരുണയോടെ നോക്കുക. ആ ഭാഗ്യം നമുക്ക് കിട്ടണ്ടേ പ്രിയപ്പെട്ടവരെ? അതിനുവേണ്ടി നാം എന്ത് ചെയ്യണം? അരിഷ്ടതയുള്ള ഹൃദയം. പൗലോസ് അപ്പോസ്തലൻ ഒരു കാലത്ത് കൊലവിളിയുമായി ദമസ്കോസിലേക്ക് പായുകയായിരുന്നു. ആ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ ചെന്നപ്പോൾ ആ വലിയൊരു വെളിച്ചത്തിൻ്റെ മുമ്പിൽ വീണു. ഒരു വചനം കിട്ടി, നീ ഉപദ്രവിക്കുന്ന കർത്താവാകുന്നു ഞാനെന്ന്. ആ വചനത്തിങ്കൽ താളടിയായി വീണു. അനുതാപമുള്ള ഹൃദയം, തകർന്നും നുറുങ്ങിയുമായ ഹൃദയം കിട്ടി. പിന്നെ റോമർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, അതിൻ്റെ 7 24 വാക്യത്തിൽ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കുമെന്ന് വിലപിക്കുകയാണ്. അരിഷ്ടതയോടെ വിലപിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ. അതിൻ്റെ 19 വാക്യത്തിൽ, ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എങ്കിലും ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയത്രേ എന്നിൽ വന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം തീരുമാനമെടുത്തിട്ടുണ്ട്, ഒരു കള്ളം പറയുകയില്ല. പക്ഷേ നമ്മുടെ നാവിൽ തക്ക സമയത്ത് ഏതെങ്കിലും സാഹചര്യത്തിൽ കള്ളങ്ങൾ വന്നു പോകുന്നില്ലേ? ആരുടെയും കുറ്റം പറയുകയില്ല, അത് നമ്മുടെ സമർപ്പണമാണ്. പക്ഷേ ചില പ്രത്യേക സാഹചര്യത്തിൽ ആരുടെയൊക്കെയോ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരെ പറ്റി കുറ്റം നമ്മൾ വിധിക്കാറില്ലേ? പരദൂഷണം പറയാറില്ലേ? കോപിക്കയില്ല എന്ന് നാം നമ്മെ തന്നെ സമർപ്പിച്ചതാണ്. പക്ഷേ തക്ക സമയത്ത് നാം കോപത്താൽ ജ്വലിക്കാറില്ലേ? പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്നെല്ലാം വിമോചനം തരുന്ന കരുണയുള്ള കർത്താവ്, അവിടുത്തെ വചനത്തിങ്കൽ വിറയ്ക്കുക, അവിടുത്തെ പൊന്നുപാദത്തിൽ അണയുക. ഈ പാപത്തിൽ നിന്നെല്ലാം നമുക്ക് വിടുതൽ കിട്ടും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാം ഈ പാപത്തിൽ നിന്നെല്ലാം വിടുതൽ കിട്ടണം. 25 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന്. 8 അധ്യായത്തിൻ്റെ ആരംഭത്തിലും പറയുന്നു, ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം കരുണയുള്ള കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ തക്കവണ്ണം ആ ഹൃദയകവാടം ഒന്ന് തുറന്നു കൊടുക്കുമോ? ഈ വചനം ആ ഹൃദയത്തിലേക്ക് കടന്ന് ക്രിയ ചെയ്യത്തക്കവണ്ണം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയകവാടം ഒന്ന് തുറന്നു കൊടുത്ത്, കർത്താവേ, അവിടുന്ന് വചനമായി എന്നിലേക്ക് എഴുന്നള്ളി വരണമേ, എന്നെ ഒന്ന് നുറുക്കണമേ, എനിക്ക് പാപബോധവും പശ്ചാത്താപവും തരണമേ എന്ന് ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും പ്രിയപ്പെട്ടവരെ, വീണ്ടും നാം യെശയ്യാ പ്രവചനം 6 അധ്യായം അതിൻ്റെ 2 വാക്യത്തിൽ നാം വായിക്കുന്നു. 1 വാക്യത്തിൽ ഉസിയാവ് മരിച്ച ആണ്ടിൽ നിന്നാണ് യെശയ്യാ പ്രവാചകൻ്റെ ഈ ലോകത്തോടുള്ള സകല ബന്ധങ്ങളും ആശ്രയവും എല്ലാം മാറി. അപ്പോൾ പ്രാർത്ഥനയോടെ ഇരുന്നപ്പോൾ ഉയർന്നും പൊങ്ങിയുമായ സിംഹാസനത്തിൽ കരുണയുള്ള കർത്താവിനെ കാണുകയാണ്, യഹോവയെ കാണുകയാണ്. 6 ചിറകുകളോടുകൂടിയ സാറാഫുകൾ, ആ നിത്യനായ ദൈവത്തിൻ്റെ തേജസ് കാണാൻ കഴിവില്ലാതെ ആ സാറാഫുകൾ 2 ചിറകുകൊണ്ട് മുഖം പൊത്തി, 2 ചിറകുകൊണ്ട് കാല് പൊത്തി, 2 ചിറകുകൊണ്ട് പറന്ന് നിന്ന് പറയുന്നു, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന്. സകല ഭൂമിയും യഹോവയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആ വചനത്തിൻ്റെ മുമ്പിൽ, ആ മഹത്വത്തിൻ്റെ മുമ്പിൽ താളടിയായി വീണു യെശയ്യാ പ്രവാചകൻ. അയ്യോ എനിക്ക് കഷ്ടം. 5 അധ്യായം വരെ വലിയ വചനങ്ങൾ, നീണ്ട വചനങ്ങൾ, എല്ലാവരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വചനങ്ങൾ പറഞ്ഞതാണ് ആ പ്രവാചകൻ. പക്ഷേ ഈ വചനത്തിങ്കൽ വിറയലോടെ വീണു. എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഇടയിൽ ഞാൻ പാർക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ,
തകർന്ന് വീണപ്പോൾ വലിയൊരത്ഭുതം അവിടെ നടക്കുകയാണ്. ഇതാ സാറാഫികളിൽ ഒരുത്തൻ കൊടിലിൽ ഒരു തീക്കനൽ കൊണ്ടുവന്ന് ആ അധരങ്ങളെയും നാവിനെയും ഒന്ന് തൊടിയിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കോ നമ്മുടെ അധരങ്ങളിൽ മാത്രമാണോ തീക്കനൽ തൊടേണ്ടത്? ആ തിരുരക്തത്തിൻ്റെ മുദ്ര പതിക്കേണ്ടത് അധരങ്ങളിൽ മാത്രമാണോ? അധരങ്ങളിലും നാവിലും, അരുതാത്തത് കേട്ട നമ്മുടെ ചെവിയിലും, അരുതാത്തത് കണ്ട നമ്മുടെ കണ്ണിലും, നമ്മുടെ ഓരോ അവയവങ്ങളിലും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, കർത്താവേ അവിടുത്തെ തിരുരക്തത്താൽ മുദ്ര പതിപ്പിക്കണമേ എന്ന്. 53-ാം അധ്യായത്തിൽ യെശയ്യാ പ്രവാചകൻ കാണുകയാണ് പ്രിയപ്പെട്ടവരെ ആ ക്രൂശിത രൂപത്തെ. ഏകദേശം 750 വർഷത്തിന് ശേഷം ക്രൂശിക്കപ്പെട്ടവനായ കർത്താവായ യേശുക്രിസ്തുവിനെ യെശയ്യാ പ്രവാചകൻ കാണുകയാണ്. അതിൻ്റെ 2-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തുനിന്ന് വേർമുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. വീണ്ടും അതിൻ്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. പാപമാക്കപ്പെട്ട മശിഹ തമ്പുരാൻ, ഒരു പാപം പോലും ചെയ്യാത്തവൻ, നമുക്ക് ദൈവത്തിൻ്റെ നീതി ലഭിക്കേണ്ടതിന് പാപമാക്കപ്പെട്ട മശിഹ തമ്പുരാനെ ആ ക്രൂശിൽ നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവത്തിന് സ്തോത്രം. എനിക്കും തകർന്നും നുറുങ്ങിയുമായ ഒരു ഹൃദയം ആ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിലൂടെ മാത്രമാണ് പ്രിയപ്പെട്ടവരെ കിട്ടിയത്. നല്ല കാലങ്ങൾ മുഴുവനും കളഞ്ഞു കുളിച്ച പാപിയാണ് ഞാനും. എൻ്റെ മകനെ കാണാതെയായി ആ വലിയൊരു തിക്താനുഭവത്തിൽ കൂടിയാണ് ഞാൻ ഈ കൂട്ടായ്മയിലേക്കും അവിടുത്തെ വചനത്തിലേക്കും കടന്നു വന്നത്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും എൻ്റെ ഭർത്താവ് 2-2.5 മാസം മുമ്പ് മരിച്ചുപോയി. ഒരു 7-8 മാസം ഭർത്താവ് കിടപ്പിലായിരുന്നു. എനിക്ക് വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടെ എൻ്റെ ഭർത്താവിനെ പരിചരിക്കാൻ കരുണയുള്ള കർത്താവ് കൃപ തന്നു. അവസാന നാളുകളിൽ ആ മരണത്തിൻ്റെ ആ വിനാഴിയിൽ ഞങ്ങൾക്ക് മനസ്സിലായി കടന്നു പോകാറായിന്ന്. ഞങ്ങളുടെ മക്കളെല്ലാവരും, ഏതാനും ദൈവമക്കളും ഞങ്ങളെല്ലാവരും കൂടി പ്രാർത്ഥിച്ചു. ഞാൻ ആ ചെവിയിലേക്ക് എൻ്റെ മുഖം അമർത്തിക്കൊണ്ട് വചനം പറഞ്ഞു, പ്രാർത്ഥിച്ചു, ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നു. അവസാനം എൻ്റെ ഭർത്താവിൻ്റെ ആത്മാവിനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവസാന ശ്വാസം വലിക്കുന്നു ഞാൻ കണ്ടു. പ്രിയപ്പെട്ടവരെ, ഉടനെ എൻ്റെ മനസ്സിലേക്കൊരു വചനം വന്നു. മർക്കോസിൻ്റെ സുവിശേഷം 15:15. പീലാത്തോസ് പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ ഇച്ഛിച്ചുകൊണ്ട് അവനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച് ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു. ഇത് ഞാൻ നേരത്തെ വായിച്ചപ്പോൾ എനിക്കങ്ങ് സങ്കടം വന്നു. ചമ്മട്ടി കൊണ്ട് അടുപ്പിക്കണമോ? ക്രൂശിക്കാൻ ഏൽപ്പിച്ചാൽ പോരെ? ക്രൂശിപ്പീൻ എന്നല്ലേ അവർ പറഞ്ഞത്. പിന്നെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച് ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു. എനിക്കങ്ങ് സങ്കടം വന്നു പോയി പ്രിയപ്പെട്ടവരെ. ഞാൻ ആ വാക്യം പിന്നെയും വായിച്ചു. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് തിരുവെഴുത്തുകളുടെ നിവൃത്തിക്കാണെന്ന്. തിരുവെഴുത്ത് പറയുന്നു, യെശയ്യാ പ്രവചനം 50:6, അടിക്കുന്നവർക്ക് എൻ്റെ മുതുകും രോമം കത്തിരിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു. 129-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ പറയുന്നു, അവർ ഉഴവുചാൽ പോലെ എൻ്റെ മുതുകിനെ കീറത്തക്കവണ്ണം ഞാൻ വിട്ടുകൊടുത്തു. എന്തിനാണ് പ്രിയപ്പെട്ടവരെ? എനിക്ക് ഉടനെ ഒരു പ്രകാശം എൻ്റെ ഉള്ളിലേക്ക് കടന്നു. ഞാൻ താളടിയായി എൻ്റെ കർത്താവിൻ്റെ പാദപീഠത്തിൽ കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഭർത്താവ് മരിച്ചതുകൊണ്ടല്ല, ഞാൻ പറഞ്ഞു, അടിയൻ്റെയും ഞങ്ങളുടെ കോടാനുകോടി പാപങ്ങൾ, ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത പാപങ്ങൾ, കർത്താവേ ഞങ്ങൾ ചെയ്തു കൂട്ടിയ, പറഞ്ഞു കൂട്ടിയ, ചിന്തിച്ചു കൂട്ടിയ പാപങ്ങൾ, ഇതെല്ലാം കഴുകിത്തരാൻ അവിടുത്തെ പുറം ഉഴവുചാൽ പോലെ കീറി അവസാനത്തുള്ളി രക്തം വരെ അവിടുന്ന് ഊറ്റി തന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ഡോക്ടറാണല്ലോ, അനേകം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. അന്നേരമൊക്കെ ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ രക്തം കറ്റച്ച് അവിടെയൊക്കെ കിടക്കുന്നത് കാണാറുണ്ട്. ഹൃദയത്തിൻ്റെ അറയ്ക്കകത്തും കുറച്ച് രക്തം ക്ലോട്ടായിട്ട് കിടക്കും.
പക്ഷേ എൻ്റെ പ്രാണപ്രിയനായ യേശുവിൻ്റെ ഒരു തുള്ളി രക്തം പോലും ക്ലോട്ടായിട്ട് തീരാതെ അവസാനത്തുള്ളി രക്തം വരെ ഊറ്റി തന്നു. പ്രിയപ്പെട്ടവരെ, അത് അറിഞ്ഞപ്പോൾ നന്ദി കൊണ്ടും സ്നേഹം കൊണ്ടും എൻ്റെ കർത്താവിൻ്റെ പൊന്നുപാദം കെട്ടിപ്പിടിച്ച് അലറിക്കരഞ്ഞു. കർത്താവേ, ഞാൻ ഇതുവരെ ചിന്തിച്ചതെല്ലാം തെറ്റ്. എൻ്റെ കർത്താവേ, എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മാത്രമാണ് അവിടുത്തെ പുറം ഉഴവുചാൽ പോലെ കീറപ്പെട്ടത്. ദൈവത്തിന് സ്തോത്രം. പൊന്നു പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ പൊന്നു മുഖത്തേക്ക് നോക്കുമോ? ആ ക്രൂശിത രൂപത്തിലേക്ക് നോക്കുമോ? മാംസപിണ്ഡമായി കിടക്കുന്ന ആ പൊന്നു ക്രൂശിലേക്ക് നിങ്ങൾ ഒന്ന് നോക്കുമോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയം അരിഷ്ടത കൊണ്ട് നിറയും, പാപബോധം കൊണ്ട് നിറയും. എനിക്ക് നന്മയായി ഒന്നുമില്ല, തിന്മ മാത്രമേ എൻ്റെ ഹൃദയത്തിലുള്ളൂ, ഈ ആളത്വത്തിലുള്ളൂ എന്ന് നിങ്ങൾ ഏറ്റുപറയും. അരിഷ്ടതയുള്ള ഹൃദയം, നുറുക്കമുള്ള ഹൃദയം. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിങ്കൽ വിറയ്ക്കുന്ന ഹൃദയം. ഒരു സ്ത്രീയെ പരിചയപ്പെടാം. എങ്ങനെയാണ് അവൾ കർത്താവിൽ നിന്ന് കടാക്ഷം പ്രാപിച്ചതെന്ന്. മഗ്ദല മറിയാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഒരു സ്ത്രീ വ്യഭിചാരി, അത് വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിക്കപ്പെട്ടവളായി പരീശന്മാരും ശാസ്ത്രിമാരും കൂടി ദൈവാലയത്തിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ മുന്നിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവരികയാണ്. അവർ കൊണ്ടുവന്നത്, അത് കല്ലെറിഞ്ഞു കൊല്ലപ്പെടാൻ വിധിക്കപ്പെട്ടവളാണ്. കല്ലെറിഞ്ഞു കൊല്ലുക തന്നെ വേണം ന്യായപ്രമാണപ്രകാരം. പക്ഷേ കർത്താവിനൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കൊണ്ടുവന്നത്. കർത്താവ് കുനിഞ്ഞ് അവരുടെ പാപങ്ങളെല്ലാം എഴുതിയെന്ന് നാം വായിക്കുന്നു. അവസാനം കർത്താവ് ഒരു വചനം അവർക്ക് കൊടുത്തു: നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ കല്ലെറിയട്ടെ. പ്രിയപ്പെട്ടവരെ, ആ വചനത്തിൻ്റെ മുമ്പിൽ അവർക്ക് ആർക്കും നിൽപ്പാൻ കഴിഞ്ഞില്ല. ഓരോരുത്തൻ കല്ല് താഴെയിട്ട് മടങ്ങിപ്പോയി. നാം ഒന്ന് ചിന്തിക്കുക, നമ്മുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും പകയുണ്ടോ? ഒരു മുൻവിധിയോടുകൂടി ആരെയെങ്കിലും കാണുന്നുണ്ടോ? പരദൂഷണമുണ്ടോ? ഇവളുടെ കുറ്റമാണ് വലുത്, ഞാൻ വിശുദ്ധൻ, അല്ലെങ്കിൽ ഞാനൊരു പരീശ മനോഭാവത്തോടുകൂടി ആരെങ്കിലും ഇരിപ്പുണ്ടോ? പ്രിയപ്പെട്ടവരെ, കർത്തൃസന്നദ്ധിയിൽ നിൽപ്പാൻ ആർക്കും കഴിവില്ല. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു അരിഷ്ടതയുള്ള ഹൃദയം. ഞാനാണ് പാപി, ഞാനാണ് പാപി കർത്താവേ, എല്ലാറ്റിലും വെച്ച് പാപി, അരിഷ്ടപാപി ഞാനെന്നുള്ള ആ ഒരു ഉൾക്കാഴ്ച കിട്ടിയെങ്കിൽ മാത്രമേ കർത്തൃസന്നിധിയിൽ നമുക്ക് നിൽക്കാൻ പറ്റുകയുള്ളൂ. അവരെല്ലാവരും വിട്ടുപോയി. ഉടനെ കർത്താവ് സ്ത്രീക്കും ഒരു വചനം കൊടുത്തു: ആരും നിന്നെ ശിക്ഷ വിധിച്ചില്ലയോ? ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. പോക, ഇനി പാപം ചെയ്യരുത്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും കരുണയുള്ള കർത്താവ് പറയുന്നു, ഇനി പാപം ചെയ്യരുത്. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതുവരെയുള്ള പാപങ്ങൾ എന്തായാലും അതെല്ലാം ആ ക്രൂശിൻ ചുവട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇനി ഒരു തീരുമാനമെടുക്കുമോ? അറിഞ്ഞുകൊണ്ടൊരു പാപം ഞാൻ ചെയ്യുകയില്ല എന്ന്. ആ സാധു സ്ത്രീയെ, അവളുടെ ഹൃദയം യേശുവിനോടുള്ള സ്നേഹം കൊണ്ടും യേശുവിനോടുള്ള നന്ദി കൊണ്ടും അങ്ങ് നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവൾക്ക് ഇരിക്കപ്പുറതി ഇല്ലാതെയായി. യേശുവിനെ ഒന്ന് കാണണം, ആ പൊന്നുപാദം കെട്ടിപ്പിടിക്കണം, ആ പൊന്നുപാദത്തിൽ മുഖം അമർത്തിക്കൊണ്ട് പാപങ്ങൾ ഏറ്റേറ്റു പറയണം. അവൾക്ക് ആ ആഗ്രഹവും കൊതിയും കൊണ്ട് അവൾക്ക് ഇരിക്കപ്പുറതി ഇല്ലാതെയായി. അവൾ ഓടി. അവൾ യേശുവിനെ കണ്ടു. എവിടെ? ശീമോൻ്റെ വിരുന്നുശാലയിൽ. ആ വിരുന്നുകാർ ശ്രേഷ്ഠ വ്യക്തികളൊക്കെ വന്നിരിക്കുന്നുണ്ട്. എല്ലാവരും ക്ഷണിക്കപ്പെട്ടവർ. ക്ഷണിക്കപ്പെടാത്തവളായി ആ സാധു സ്ത്രീ ഓടി കർത്താവിനെ കണ്ടു. ആ പൊന്നുപാദ പീഠത്തിൽ വീണു. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയില്ല. പരീശന് ഒരു വിഷമം. അവൻ ഹൃദയത്തിൽ ചിന്തിക്കുകയാണ്, ഇവൻ പ്രവാചകനാണെങ്കിൽ പാപി എന്നറിയുമായിരുന്നു. പക്ഷേ ഈ കർത്താവ് ഇവളെ അനുവദിക്കുന്നല്ലോ. അവൾ പാപി എന്നുള്ള ചിന്തയോടുകൂടി ആ പരീശൻ അവൻ്റെ ഹൃദയത്തിലെ നിരൂപണം മറ്റുള്ളവരെ കുറ്റം വിധിക്കുക, യേശുവിനെയും കുറ്റം വിധിക്കുന്നവനായി അവൻ മാറി. പ്രിയപ്പെട്ടവരെ, ആർക്കും ലഭിക്കാത്ത അനുഗ്രഹം ഈ സാധു സ്ത്രീക്ക് ലഭിച്ചു. അവൾ ആ പൊന്നുപാദത്തിൽ കെട്ടിപ്പിടിച്ചു. ആ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ പാപബോധം കൊണ്ട് നിറഞ്ഞു. അവളുടെ കണ്ണുനീർ ധാരധാരിയായി ഒഴുകി. യേശുവിൻ്റെ കാൽപാദം കഴുകത്തക്കവണ്ണം ആ കണ്ണുനീർ അത്രയ്ക്ക് വലുതായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവൾക്കുള്ള സകലതും, അവൾ കൊണ്ടുവന്ന വിലയേറിയ പരിമള തൈലം ആ കാലിൽ പൂശി അവൾ ചുംബിച്ചു. അവൾ ആവോളം ചുംബിച്ചു കാണും, മതിവരുവോളം ആ കാൽപാദം ചുംബിച്ചു കാണും. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആ സ്നേഹത്താൽ നിറഞ്ഞ് ചുംബിച്ചു കാണും. പ്രിയപ്പെട്ടവരെ,
കർത്താവ് ആ ശീമോനോട് പറഞ്ഞു, ഇവൾ വളരെ സ്നേഹിച്ചുവല്ലോ. കാരണം അവൾക്ക് അധികം പാവബോധം കിട്ടി. അധികം പാവബോധം കിട്ടിയപ്പോൾ അധികം പാപം ക്ഷമിച്ചു കൊടുത്തു. അധികം ഇളച്ചു കിട്ടിയവനാണല്ലോ അധികം സ്നേഹിക്കുന്നത്. ഇവൾ അധികം സ്നേഹിച്ചുവല്ലോ. ഷീ ലവ്ഡ് മീ സോ മച്ച്. പരീശൻ ചെയ്യാത്തതെല്ലാം, കർത്താവിനെ മാനിക്കാത്തതെല്ലാം അവൾ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അവസാനം അവൾക്കൊരു വചനം കിട്ടി, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകാം. അവൾ ചെയ്ത പ്രവൃത്തിയാണോ അവളെ രക്ഷിച്ചത്? അല്ല. അതിൻ്റെ പിന്നിലുള്ള സ്നേഹം, അതിൻ്റെ പിന്നിലുള്ള വിശ്വാസം. സ്നേഹത്താൽ നിറഞ്ഞു കഴിയുമ്പോൾ യേശുവിനോടുള്ള വിശ്വാസം അങ്ങ് വർദ്ധിക്കും. പ്രിയപ്പെട്ടവരെ, യേശു എല്ലാത്തിൻ്റെയും ഉടയവനാണെന്നും നമുക്ക് വേണ്ടി മാത്രമാണ് എൻ്റെ കർത്താവ് കാൽവറിയിൽ യാഗമായി തീർന്നത് എന്നുള്ള ആ വിശ്വാസം കൊണ്ട് നമ്മളങ്ങ് നിറയും. നമ്മെ തന്നെ ആ പൊന്നു പാദപീഠത്തിൽ അർപ്പണം ചെയ്യും. അവൾക്ക് നിത്യ രക്ഷ കിട്ടി. മാത്രമോ, സമാധാനം, നിത്യനായ ദൈവത്തിൻ്റെ സമാധാനം, ദൈവത്തോട് സമാധാനം, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാൻ ആ സാധു സ്ത്രീക്കൊരു ഭാഗ്യം കിട്ടി. പോരെ പ്രിയപ്പെട്ടവരെ, പോരെ. നമുക്കെല്ലാവർക്കും ആ പൊന്നു പാദപീഠത്തിൽ ഇപ്പോൾ തന്നെ, ഈ നിമിഷം തന്നെ ആ പൊന്നു പാദപീഠത്തിൽ വീണ് കർത്താവിനോട് യാചിക്കാം. കർത്താവേ, ഞാൻ പാപിയായ ഒരു സ്ത്രീയെ ഇതുവരെ ചെയ്തു കൂട്ടിയ പാപങ്ങൾ അത് അനന്തമാണ് കർത്താവേ, ക്ഷമിക്കത്തക്കതല്ല. ഞാനും ഓർക്കുന്നു, ഒരു വചനം കേട്ട് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ എൻ്റെ ഭവനത്തിൽ ചെന്ന് കർത്താവിൻ്റെ പൊന്നുപാദം കെട്ടിപ്പിടിച്ച് ഇന്നും കട്ടപിടിക്കാതെ ഒഴുകുന്ന രക്തം ആക്ഷരികമായി കർത്താവിൻ്റെ പൊന്നുപാദത്തിലൂടെ ഒഴുകുന്നതായി എനിക്ക് തോന്നി. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ പൊന്നുപാദം മതിവരുവോളം കെട്ടിപ്പിടിച്ച് ചുംബിച്ചത് ഞാൻ ഓർക്കുന്നു. കർത്താവേ, ഞാൻ പാപി, ഓരോ പാപവും എണ്ണി പറഞ്ഞ് ഇതും ക്ഷമിക്കുമോ കർത്താവേ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ പൊന്നുപാദം ചുംബിച്ച് ഞാൻ ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ, സമാധാനത്തിൻ്റെ ഉടയവൻ സമാധാനത്തോടെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്നു. സന്തോഷമായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. വീണ്ടും നാം ആ സ്ത്രീയെ കാണുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ. അവൾക്ക് പിന്നെ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനില്ല. അവൾ സർവ്വതും യേശുവിനായി സമർപ്പിച്ചു. യേശുവിൻ്റെ പിന്നാലെ നടക്കുന്ന, യേശു പട്ടണം തോറും സുവിശേഷിച്ചു കൊണ്ട് നടന്നപ്പോൾ പിന്നാലെ നടക്കുന്ന ആ പന്തിരുവരോടും ഏതാനും ചില സ്ത്രീകളോടും കൂടെ അവളും മുന്നിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നാം മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 40-ാം വാക്യത്തിൽ വായിക്കുന്നു, യേശുവിനെ ക്രൂശിച്ചു. ആ മരണം ദൂരത്തു നിന്ന് നോക്കിക്കണ്ട സ്ത്രീകൾ. ആ 12 ശിഷ്യന്മാരിൽ യോഹന്നാൻ അപ്പോസ്തലൻ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി. പ്രിയപ്പെട്ടവരെ, അവരാരുമില്ല ക്രൂശിൻ്റെ ചുവട്ടിൽ. ഏതാനും ചില സ്ത്രീകൾ, ഒരു 4 പേരുടെ പേരാണ് 4 സുവിശേഷങ്ങളിലും കൂടി പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തവളായി, ലീഡ് ചെയ്യുന്നവളായി ഈ മഗ്ദല മറിയയുണ്ട്. വീണ്ടും അതിൻ്റെ 47-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവനെ വെച്ചിടം അവൾ നോക്കിക്കണ്ടു എന്ന്. കല്ലറയിൽ കർത്താവിനെ വെച്ചത്. അപ്പോൾ അവൾ അതുവരെ പിന്തുടർന്നു. അവരാരുടെയെങ്കിലും മുഖത്തേക്ക് നോക്കിയോ? ഇല്ല. ആരുടെയെങ്കിലും അനുവാദം ചോദിച്ചോ? ഇല്ല. വീണ്ടും ശബത്തായിരുന്നല്ലോ, അവൾ താണിരുന്നു. ന്യായപ്രമാണപ്രകാരം ശബത്തിലൊന്നും ചെയ്യാൻ നിവർത്തിയില്ല. അവൾ താണിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ അവൾ നടക്കുകയാണ്. എന്തിനാണ് ഒരു സ്ത്രീ, 1-ാം നൂറ്റാണ്ടിലൊരു സ്ത്രീ പള്ളിക്കാരെ പേടിച്ചോ? പുരോഹിതന്മാരെ പേടിച്ചോ? ശാസ്ത്രിമാരെയും പരീശന്മാരെയും പേടിച്ചോ? അതിക്രൂരന്മാരായ പടയാളികൾ, അവൾ കണ്ടതാണ് അവളുടെ പ്രിയനാഥനെ ശിക്ഷിക്കുന്നത്. ആ പടയാളികളെ പേടിച്ചോ? ഇല്ല. എൻ്റെ നാഥനെ എനിക്ക് കാണണം, എൻ്റെ നാഥൻ്റെ അടുക്കൽ പോകണം, അവന് പരിമളതൈലം പൂശണം, അവനെ ഒന്ന് ആരാധിക്കണം. ഇത് മാത്രം ചിന്തിച്ചുകൊണ്ട് ആ സ്ത്രീ നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മർക്കോസിൻ്റെ സുവിശേഷത്തിലാണ് ആ കല്ല് ആരുരുട്ടി നീക്കുമെന്ന ഒരേ ഒരു ഭാരം മാത്രമേ ആ സ്ത്രീകൾക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവർ ചെന്നപ്പോൾ കല്ല് ഉരുട്ടി നീക്കിയിരിക്കുന്നത് കണ്ടു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ഒരു കാലെടുത്തു വെച്ചാൽ 10 കാൽ ഇങ്ങോട്ട് എടുത്തി വെച്ചുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്ന പ്രാണപ്രിയനായ യേശു. പക്ഷേ ഒരു കാൽ നമ്മൾ എടുത്തു വെക്കണം. പ്രിയപ്പെട്ടവരെ, ആ കല്ല് ഉരുട്ടി നീക്കിക്കളഞ്ഞു. അവരുടെ മുന്നിലുള്ള ആ വിഘ്നം കരുണയുള്ള കർത്താവ് തൻ്റെ ദൂതന്മാരെ വിട്ട് മാറ്റിക്കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും അവർ കണ്ടു തലയ്ക്കലും കാലിക്കലും 2 ദൂതന്മാരെ ഇരിക്കുന്നത്. ആ ദൂതന്മാർ അവളോട് സംസാരിച്ചു. അവൾക്ക് മതി വരുന്നില്ല. അവൾ പിന്നെയും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്.
അപ്പോൾ ഇതാ സാക്ഷാൽ അവളുടെ പ്രാണപ്രിയനായ യേശു അവൾ ആരെ അന്വേഷിച്ച് ഓടി വന്നുവോ, അവൾ ആരെ തേടി വന്നുവോ, സാക്ഷാൽ കരുണയുള്ള കർത്താവ് അവളുടെ പിന്നിൽ നിന്നുകൊണ്ട് മറിയേ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നു. സ്ത്രീയേ, നീ കരയുന്നതെന്ത്? പ്രിയപ്പെട്ടവരെ, ഇന്ന് കരച്ചിൽ കൊണ്ട് വിങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ? ഓരോ പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കരച്ചിൽ മാറ്റുവാൻ കരുണയുള്ള കർത്താവ് എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഈ 2000 വർഷമായി അനേകം പേരുടെ കണ്ണുനീർ തുടച്ചവനാണ് നമ്മുടെ പ്രാണപ്രിയനായ യേശു. അടിയൻ്റെ കണ്ണുനീരും തുടച്ചു തന്നതാണ് കരുണയുള്ള കർത്താവ്. ഞാൻ ആദ്യമായി വചനത്തിന് വരുമ്പോൾ ദുഃഖാർത്ഥമായ ഹൃദയത്തോടെ ഒന്നും മരിക്കണമെന്നുള്ള ചിന്തയോടുകൂടി എനിക്ക് സൂയിസൈഡ് ചെയ്യാൻ, ആത്മഹത്യ ചെയ്യാൻ ഭയമായിരുന്നു. അതുകൊണ്ട് മാത്രം കർത്താവെ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി എന്നുള്ള ചിന്തയോടുകൂടിയാണ് ആദ്യമായി ഞാൻ ഈ യോഗത്തിന് വന്നത്. എൻ്റെ മൂത്ത മകനെ കാണാതായ ദുഃഖത്തിൽ. അവൻ ഏറ്റവും ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ഒരു ദിവസം ഞാൻ പോയി വരട്ടെ മമ്മി എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞു പോയതാണ്. ഈ നിമിഷം വരെ അവൻ എന്ത് സംഭവിച്ചുവെന്നോ, അവനിപ്പോൾ ജീവനോടെ ഇരിക്കുന്നുവെന്നോ, അവൻ ജീവിച്ചിരുന്നാൽ തന്നെ എങ്ങനെ ജീവിക്കുന്നുവെന്നോ, മരിച്ചെങ്കിൽ എങ്ങനെ മരിച്ചുവെന്നോ അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിന് മുമ്പിൽ വന്നപ്പോൾ, ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ മുമ്പിൽ വന്നപ്പോൾ, പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നിടത്ത് വന്നപ്പോൾ ഈ വചനം എന്നെ തൊട്ടു. വചനം എൻ്റെ ഹൃദയത്തിലേക്ക് ഇടിച്ചിറങ്ങി. സമാധാനത്തിൻ്റെ ഉടയവൻ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. അവൻ എൻ്റെ കണ്ണുനീർ മാറ്റി തന്നു. പ്രിയപ്പെട്ടവരെ, പിന്നെ ഒരിക്കലും എൻ്റെ മകനെ ഓർത്ത് കരയുവാൻ എനിക്ക് ഇടയായിട്ടില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ എനിക്കൊന്നും അറിഞ്ഞുകൂടാ, എങ്കിലും അവിടെ നിന്നെല്ലാം അറിയുന്നു. എൻ്റെ മകനെ അവിടെ നിന്ന് ഇപ്പോൾ കാണുന്നു. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അവിടെ നിന്ന് തക്ക സമയത്ത് ഏറ്റവും നല്ലത് എനിക്ക് ചെയ്തു തരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കും. പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീയുടെ കണ്ണുനീർ തുടച്ചു. മാത്രമോ, അവൾക്ക് വലിയൊരു നിയോഗം കൊടുത്തു. വലിയൊരു നിയോഗം. എൻ്റെ സഹോദരന്മാരോട് പോയി പറയുകയും ഞാൻ ജീവിച്ചിരിക്കുന്നുവെന്ന്. വീണ്ടും ഈ യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 20-ാം അധ്യായം 17-ാം വാക്യത്തിൽ, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവുമായവൻ്റെ അടുത്തേക്ക് ഞാൻ കയറിപ്പോകുന്നു എന്ന് എൻ്റെ സഹോദരന്മാരോട് പറയുവീനെന്ന് വലിയൊരു നിയോഗം ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കും ഈ യേശുവിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ മുഴുവനായി അർപ്പണം ചെയ്തു കൊടുക്കാം. അവൻ്റെ ഹിതപ്രകാരം നമുക്കും വിശുദ്ധിയെ തികച്ച്, വേലയെ തികച്ച്, സ്തുതിയെ തികച്ചുകൊണ്ട് ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, അവസാനം കണക്ക് തീർക്കുന്ന ഒരു നാളുണ്ട്. കണക്ക് തീർക്കുന്ന നാൾ. അന്ന് അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും എന്ന് കരുണയുള്ള കർത്താവിൻ്റെ മൊഴി കേട്ടുകൊണ്ട് നവ യെരുശലേമിൽ നമുക്കും പാർക്കണം. അതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. അൻപുള്ള രക്ഷിതാവേ, കരുണയുള്ള പിതാവേ, മനസ്സലിവുള്ള തമ്പുരാനെ, ഈ നിമിഷമൊക്കെയും ഞങ്ങളോട് വാദിച്ച കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെ മുഴുവനായി അപ്പൻ്റെ പാദത്തിലേക്ക് വെച്ച് തരുന്നു. ക്രൂശിലെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. യേശുവിലുള്ള വിശ്വാസം കൊണ്ടും പ്രത്യാശ കൊണ്ടും ഞങ്ങളെ നിറയ്ക്കണമേ. യേശുവിനായി ഞങ്ങൾ മുഴുവനായി സമർപ്പിച്ചുകൊണ്ട് ശിഷ്ടായുസ് കഴിക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അവിടുത്തെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. സ്തോത്രം.